Solve dou u by dou t is equal to dou square u by dou x square in 0 less than x less than 5, t greater than or equal to 0, given that u of x0 equal to 20, u of 0t equal to 0, u of 5t equal to 100. Compute u for the time step with h is equal to 1 by Crank-Nicolson method. So the question is, solve dou u by dou t is equal to dou square u by dou x square in 0 less than x less than 5 and t greater than or equal to 0, given that u of x0 is equal to 20, u of 0t is equal to 0 and u of 5t is equal to 100. Compute u for time step with h equal to 1. Compute u for time step h equal to 1. Use Crank-Nicolson method. Use Crank-Nicolson method. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ Crank-Nicolson മെത്തേഡ് യൂസ് ചെയ്യണം. ഈ ജനറൽ ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ജനറൽ ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് dou u by dou t is equal to kc square by x square into dou square u by dou x square. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം h equal to 1 and c square is equal to 1. k1 c square is equal to 1. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് എത്ര വരും? ഇതിൽ c square 1 ആണ്, h ന്റെ വാല്യൂ 1 ആണെന്ന് തന്നിട്ടുണ്ട്, c square വാല്യൂ 1 ആണ്, നമുക്ക് ഇക്വേഷനിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ആൽഫ എന്ന് പറയുന്നത് c square into k by h. ആൽഫ is equal to c square into k by h which is equal to 1. അങ്ങനെയെങ്കിൽ k is equal to 1. അങ്ങനെയെങ്കിൽ k is equal to 1. അങ്ങനെയെങ്കിൽ k is equal to 1. നമുക്കൊരു ടാബുലാർ കോളം ഫോം ചെയ്യാം. i വാല്യൂ j വാല്യൂ. j എന്ന് പറയുന്നത് 0യും 1ഉം. ഇവിടെ പറയുന്നുണ്ട് ഫോർ കമ്പ്യൂട്ട് u ഫോർ ടൈം സ്റ്റെപ്പ് h ഈക്വൽ ടു 1. i varies from 0, 1, 2, 3, 4, 5. u of x0 is equal to 20. u of x0 20. അതുപോലെ തന്നെ u of 0t എന്ന് പറയുന്നത് 0. i 0 ആകുമ്പോൾ u വാല്യൂ 0. t 0 ആകുമ്പോൾ u വാല്യൂ 20. അപ്പോൾ ബാക്കിക്കെല്ലാം 20 കൊടുക്കാം. u of 5t 100. ബാക്കിയുള്ളതിനെ u1 u2 u3 u4 എന്ന് വിളിക്കാം. അപ്പോൾ Crank-Nicolson ഫോർമുല ഇവിടെ എങ്ങനെ വരും? Crank-Nicolson ഫോർമുല എന്ന് പറയുന്നത് uij + 1 is equal to alpha uij alpha uij. Crank-Nicolson ഫോർമുല എങ്ങനെ എഴുതാം?
Crank-Nicolson formula is minus alpha ui minus 1 j plus 1 plus 2 plus 2 alpha ui j plus 1 minus alpha ui plus 1 j plus 1 is equal to alpha ui minus 1 j plus 2 minus 2 alpha into ui j plus alpha ui plus 1 j. Alpha ui plus 1 j. ഇതാണ് Crank-Nicolson formula. Crank and alpha is equal to k into c square by x square. Alpha is equal to k into c square by x square. അപ്പോൾ ഇതാണ് Crank-Nicolson equation. ഇതിൽ നമുക്ക് ഇത്രയും വാല്യൂസ് അറിയാം. I j വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള u വാല്യൂസ് നമുക്ക് അറിയാം. നമുക്ക് u വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ തന്നിട്ടുണ്ട് u of 0 t 0, അതായത് I 0 ആകുമ്പോൾ u വാല്യൂ 0, then t 0 ആകുമ്പോൾ u വാല്യൂ u x 0, അതായത് t 0 ആകുമ്പോഴുള്ള u വാല്യൂ എല്ലാം 20, പിന്നെ u of 5t എന്ന് പറയുന്നത് 100. അപ്പോൾ ബാക്കി നമുക്ക് u1 u2 u3 u4 ആണ് കണ്ടുപിടിക്കേണ്ട വാല്യൂസ്. കണ്ടുപിടിക്കേണ്ട വാല്യൂസ് ആണ് u1 u2 u3 and u4. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ടാബുലർ കോളം എഴുതുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഗ്രിഡ് വരയ്ക്കണം. ഗ്രിഡ് വരച്ചിട്ട് അതിൽ ലേബൽ ചെയ്യണം. ഒന്നെങ്കിൽ ഗ്രിഡ് വരച്ച് ലേബൽ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടേബിൾ ഫോം ചെയ്താലും മതി. അപ്പോൾ Crank-Nicolson ഇക്വേഷൻ ആണ് ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ കറസ്പോണ്ടിങ് ij വാല്യൂസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് u1 u2 u3 u4 കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതാണ് ജനറൽ Crank-Nicolson ഇക്വേഷൻ. ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യനിലെ ആൽഫ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യനിലെ ആൽഫ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? നമുക്ക് എഴുതാം Crank-Nicolson ഇക്വേഷൻ. Crank-Nicolson ഇക്വേഷൻ എങ്ങനെ മാറുമെന്ന് നോക്കാം. ഫോർ our problem, that is 4ui j plus 1 is equal to ui minus 1 j plus 1. ഈ 2 minus 2 alpha 0 ആയിപ്പോ. ആൽഫ 1 ആയതുകൊണ്ട് 2 minus 2 alpha 0 ആയിപ്പോ ആ ടേം പോകും. So 4ui j plus 1 is equal to ui minus 1 j plus 1 plus ui plus 1 j plus 1 plus ui minus 1 j. ഈ 2 plus 2 alpha എന്നുള്ള ടേം ആണ് 4 ടൈംസ് ആവുന്നത്. ui minus 1 j plus ui plus 1 j. ഇങ്ങനെയാവും Crank-Nicolson ഇക്വേഷൻ. ഇത് ജനറൽ Crank-Nicolson ഇക്വേഷൻ. ഈ ഇക്വേഷനിലോട്ട് നമ്മൾ ആൽഫ വാല്യൂ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എഴുതാം 4u1 will be equal to ui minus 1 എന്ന് പറയുന്നത് എത്രയാ? u1 എന്ന് പറയുന്നത് എന്തായിരുന്നു? i1 ഉം j1 ഉം ആകുമ്പോഴാണ് നമ്മൾ u1 എന്ന് പറയുന്നത്. i1 ഉം ഈ j, അതായത് u12, അതായിരുന്നു 4u1. So 4u1 will be equal to 0 plus 20 plus u2. 4u1 will be equal to 0 plus 20 plus u2. That is 4u1 minus u2 is equal to 20. Equation 1. അപ്പോൾ അടുത്ത 4u2 is equal to 20 plus 20 plus u1 plus u3. 4u2 is equal to 20 plus 20 plus 20 plus u1 plus u3. 4u2 എന്ന് പറയുന്നത് 20 plus 20 plus u1 plus
u3. അപ്പോൾ ഇത് എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം? which implies u1 minus 4u2 plus u3 is equal to minus 40. equation 2. അതുപോലെ 4u3 is equal to 20 plus 20 plus u2 plus u4. that is u2 plus u2 minus 4u3 plus u4 is equal to minus 40. equation 3. ഇനി ഒരു അൺനോൺ കൂടെ ഉണ്ട്, ഒരു ഇക്വേഷനും കൂടെ വരണം. 4u4 is equal to 20 plus 100 plus u3 plus 100. 20 plus 100 plus u3 plus 100. that is u3 minus 4u4 is equal to minus 220. equation 4. ഇനി ഈ 4 ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം. ഈ 4 ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ u1 u2 u3 u4 വാല്യൂസ് നമുക്ക് കിട്ടും. ഈ 4 ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ u1 u2 u3 u4 വാല്യൂസ് നമുക്ക് കിട്ടും. അതെങ്ങനെ ചെയ്യാം? equation 1 minus 4 times equation 2 gives 15u2 minus 4u3 is equal to 180. equation 5. അതുപോലെ 4 times equation 3 plus equation 4 ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടും 4u2 minus 15u3 4u2 minus 15u3 is equal to minus 380. equation 6. ഇപ്പൊ രണ്ട് പുതിയ ഇക്വേഷൻ കിട്ടി, 5 ഉം 6 ഉം. ഇനി 15 times equation 5 minus 4 times equation 6 ചെയ്യുവാണെങ്കിൽ 15 times equation 5 minus 4 times equation 6 ചെയ്യുവാണെങ്കിൽ 209u2 is equal to 4220 or u2 is equal to 20.2 എന്ന് കിട്ടും. u2 is equal to 20.2 എന്ന് കിട്ടും. അപ്പോൾ ഈ ഫിഫ്ത്ത് ഇക്വേഷനിൽ u2 ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫിഫ്ത്ത് ഇക്വേഷന് u2 ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഫിഫ്ത്ത് ഇക്വേഷൻ എങ്ങനെ മാറും? 4u3 is equal to 15 into 20.2 minus 180. that is u3 is equal to 30.75. ഇനി ഇക്വേഷൻ 1 നെ മാറ്റി എഴുതാം. 4u1 is equal to 20 plus 20.2 which implies u1 is equal to 10.05. u1 is equal to 10.05. Now u2 u4 കണ്ടുപിടിക്കണം. that is from equation 4 4u4 is equal to 220 plus 30.75 which implies u4 is equal to 62.69. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട വാല്യൂസ്. u1 u2 u3 u4 വാല്യൂസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ക്രാങ്ക് നിക്കോൾസൺ ഇക്വേഷൻ യൂസ് ചെയ്ത് ഇങ്ങനെയാണ് സോൾവ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കൊരു ഹീറ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഹീറ്റ് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ ഇത് മനസ്സിലാവും. സി സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് 1, സ്റ്റെപ്പ് h 1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇക്വേഷനിൽ നിന്ന് ആൽഫ 1 ആണെന്ന് അറിയാം. സി സ്ക്വയർ 1 ഹിയർ സി സ്ക്വയർ 1 എന്ന് എടുക്കാം. h വാല്യൂ 1 എന്ന് തന്നിട്ടുണ്ട്. വി നോ ആൽഫ ഇസ് ഈക്വൽ ടു കെ സി സ്ക്വയർ ബൈ h. അപ്പോൾ സി സ്ക്വയർ 1 h 1 ആണെങ്കിൽ കെ വാല്യൂ 1 എന്ന് കിട്ടും. അപ്പോൾ ജനറൽ ക്രാങ്ക് നിക്കോൾസൺ ഫോർമുല നമ്മൾ ഈ ആൽഫ വാല്യൂ ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതുമ്പോൾ 4ui(j plus 1) is equal to ui minus 1j plus 1 plus ui plus 1j plus 1 minus ui minus 1j plus ui plus 1j എന്ന് കിട്ടും. ഇനി ആ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ നമ്മൾ ഒന്നുകിൽ ഗ്രിഡ് വരച്ച് അതിനകത്ത് ലേബൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടേബിൾ വരച്ച് എഴുതാം. അതായത് i വാല്യൂ j വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള i j അനുസരിച്ചുള്ള u വാല്യൂസ്. അപ്പം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് u of x0 is equal to 20, u of 0t എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത്
യു ഓഫ് 0t എന്ന് പറഞ്ഞാൽ i 0 ആകുമ്പോൾ യു വാല്യൂ 0. അപ്പൊ i 0 ആകുമ്പോൾ j 0 ആയാലും 1 ആയാലും i 0 ആകുമ്പോൾ 0. അതാണ് നമ്മൾ ടേബിളിൽ എഴുതിയിരുന്നത്. പിന്നെ u ഓഫ് x0 20, അതായത് j വാല്യൂ 0 ആകുമ്പോൾ u വാല്യൂ 20. അപ്പൊ j 0 ആയിട്ട് വരുന്ന ബാക്കിയുള്ള കോളത്തിലെല്ലാം നമ്മൾ 20 ഇട്ട് കൊടുക്കാം. ഇനി u ഓഫ് 5t, x 5 ആകുമ്പോൾ u ഓഫ് 5t 100 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അവിടെ അൺനോൺസ് ആയിട്ട് ഒരു u1, u2, u3, u4 വരും. അതിനെ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. Next question, solve the equation solve dou u by dou t is equal to dou square u by dou x square subject to u of x0 is equal to sin pi x 0 less than or equal to x less than or equal to 1. Then u of 0t is equal to u of 1t is equal to 0. Using A. Schmidt method and B. Cranach-Nicolson method. അപ്പോൾ രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യണം. Carry out computations for two levels. Carry out computations for two levels, h equal to 1/3, k equal to 1/36. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ c² 1, h equal to 1/3, k equal to 1/36. അപ്പോൾ ആൽഫ എത്ര വരും? k c² by x², that is 1/4. ആൽഫ എന്ന് പറയുന്നത് k c² by x². dou u by dou t is equal to c² into dou square u by dou x² എന്നാണ് ജനറൽ ഇക്വേഷൻ. c² 1 ആണെന്നറിയാം, h 1/3, k 1/36 തന്നിട്ടുള്ളതുകൊണ്ട് ആൽഫ k c² by x², 1/4. ഇനി u of x0 എന്ന് പറയുന്നത് sin pi x എന്ന് തന്നിട്ടുണ്ട്. അപ്പം u of 10 എത്ര വരും? u of 10 will be sin pi by 3. Sin pi by 3, that is root 3/2. Root of 3/2. Ini u of 20 will be sin 2 times pi by 3, that is root of 3/2. Question അത് തന്നിട്ടുണ്ട്. ഇനി all boundary values are 0. All boundary values are 0. Boundary values എല്ലാം 0. നമുക്ക് ഗ്രിഡ് വരയ്ക്കാം.
രണ്ട് ലെവൽ എടുക്കണം. ബൗണ്ടറി വാല്യൂസ് ഒക്കെ 0, ഇത് 0.12, 22, 11, 21. ഇതില് രണ്ട് വാല്യൂസ് കൂടെ മാർക്ക് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് u of 10 and u of 20. Root of 3/2, root 3/2. Now let us use Schmidt formula. Schmidt formula use ചെയ്യുമ്പോൾ equation എന്താണ്? uij plus 1 is equal to alpha u I minus 1j plus 1 minus 2 alpha into uij plus alpha ui plus 1j. ഇതാണ് ഷ്മിഡ് ഫോർമുല. നമുക്ക് എങ്ങനെ എഴുതാം? റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ui j plus 1 is equal to 1/4 into ui minus 1 plus 2 uij plus ui plus 1j എന്ന് കിട്ടും. അപ്പോൾ for I is equal to 1 2, I 1 2 and j equal to 0. I 1 ഉം 2 ഉം j 0 ആക്കി വെക്കുമ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? u 1 1 is equal to 1/4 into u 0 0 plus 2u 1 0 plus u 2 0. That is 1/4 into u 0 0 എന്ന് പറയുമ്പോൾ ഇവിടെ 0 plus 2 into u of 1 0 root 3/2 plus u of 2 0 again root 3/2. അപ്പോൾ എത്ര വരും? 0.65. നീ u21 is equal to 1/4 into I2 j plus 1 1 1 1/4 into u10 plus 2 u20 plus u30. That is 1/4 into u10 again root 3/2 plus root 3/2 plus 0. എത്ര വരും? സോൾവ് ചെയ്യുമ്പോൾ 0.65 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.65. അപ്പോൾ ഇവിടത്തെ വാല്യൂ കിട്ടി, ഇവിടത്തെ വാല്യൂവും കിട്ടി. ഈ പോയിന്റിലെ വാല്യൂവും കിട്ടി, ഈ പോയിന്റിലെ വാല്യൂവും കിട്ടി. നെക്സ്റ്റ് നമ്മൾ j ഈക്വൽ ടു 0 ആയിരുന്നു. I 1 2 j 0. ഇനി for I equal to 1 2 and j equal to 1. ഇവിടത്തെ u12 is equal to 1/4 into u01 plus 2u11 plus u21. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ 0.49 എന്ന് കിട്ടും. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. നേരത്തെ ചെയ്ത പോലെ തന്നെ കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u22 will be 1/4 into
u11 plus 2 times u21 plus mu31. ഇതാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇത് പ്ലസ് 2 ടൈംസ് ഇത് പ്ലസ് ഇത് ഇൻറ്റു 1/4. ഈ പ്രോബ്ലത്തിനാണ് ഇങ്ങനെ വന്നത്. നമ്മൾ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതും ഇതും ഇതുമാണ് എടുക്കുന്നത്. ഇത് മിഡിലെ ടേം ആയിട്ട് വരും. ഈ പോയിന്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഷ്മിഡ് ഫോമിലേക്ക് ഇതും ഇതും ഇത് കൺസിഡർ ചെയ്യണം പോയിന്റ്സ്. ഇത് മിഡിൽ പോയിന്റ് ആയിട്ട് വരും. അതും 0.49 എന്ന് കിട്ടും. അപ്പോൾ ഷ്മിഡ് ഫോർമുല നമുക്ക് കഴിഞ്ഞു. ഇനി ക്രാങ്ക് നിക്കോൾസൺ ഫോർമുല എഴുതാം. ബി ക്രാങ്ക് നിക്കോൾസൺ ഫോർമുല. ക്രാങ്ക് നിക്കോൾസൺ ഫോർമുല എഴുതുമ്പോൾ -1/4 ui - 1 j + 1 plus 5 times 5/2 uij + 1 minus 1/4 ui + 1 j + 1 is equal to, അതായത് ജനറൽ ക്രാങ്ക് നിക്കോൾസൺ ഫോർമുലയില് ആൽഫ വാല്യൂ 1/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ മാറുന്നു ആ ഫോർമുലയാണ് ഇപ്പോൾ എഴുതുന്നത്. 1/4 ui - 1 j ui - 1 j plus 3/2 uij plus 1/4 plus 1/4 ui plus 1 j. ഇതാണ് ക്രാങ്ക് നിക്കോൾസൺ ഫോർമുല. For I equal to 1, 2 and j equal to 0. Equation minus u01 plus 10 u11 minus u21 is equal to u00 plus 6 u10 plus u20. That is 10 times u11 minus u21 is equal to 7 into √3 divided by 2. ഇനി അടുത്തത് I equal to 2 ആകുമ്പോൾ minus u11 plus 10 times 2 u21 minus u11 plus 10 times u21 minus u31 is equal to u10 plus 6u20 plus u30. ഈ പോയിന്റ് ആണെങ്കിൽ ഇതും 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 കൺസിഡർ ചെയ്യണം. അങ്ങനെയാണ് ക്രാങ്ക് നിക്കോൾസൺ. ഈ പോയിന്റ് ആണെങ്കിൽ ഇതാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇതും 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 കൺസിഡർ ചെയ്യാം. ഇവിടുത്തെ വാല്യൂസ് അറിയാമായിരിക്കും. ഇതും ഇതും അൺനോൺ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -u11 plus 10 u21 is equal to 7 √3 divided by 2. രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷനും സോൾവ് ചെയ്യുമ്പോൾ you will get u11 is equal to u21 is equal to 0.67. u11 is equal to u21 is equal to 0.67 എന്ന് കിട്ടും. അപ്പോൾ jth ലെവൽ j+1th ലെവലിലെ വാല്യൂസ് കിട്ടി. ഇനി ഒരു ലെവലിലേയും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. That is for I equal to 1, 2 and j equal to 1. നേരത്തെ j equal to 0 ആയിരുന്നു. ഇപ്പൊ j equal to 1 ആയി.
minus u02 plus 10u12 minus u22 is equal to u01 plus 6u11 plus u21 or 10u12 minus u22 is equal to 4.69 എന്ന് വരും. അതുപോലെ minus u12 plus 10u22 minus u32 is equal to u11 plus 6u21 plus u31. വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നത് minus u12 plus 10u22 is equal to 4.69. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യണം. On solving you will get u12 is equal to u22 is equal to 0.52. ഇങ്ങനെയാണ് ക്രാങ്ക്-നിക്കോൾസൺ. ബ്രീഫ് ആയിട്ട് പറയുവാണെങ്കിൽ ഈ ലെവലിലെ വാല്യൂസ് അറിയാം, ഈ ലെവലിലെ വാല്യൂസ് വേണം കണ്ടുപിടിക്കാൻ. ഷ്മിറ്റ്സ് മെത്തേഡിൽ നമ്മളിപ്പം ഈ പോയിന്റിൽ ഈ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതും യൂസ് ചെയ്യും. ക്രാങ്ക്-നിക്കോൾസൺ മെത്തേഡിൽ ഈ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ വാല്യൂ അതായത് ആ ലെവലിൽ അതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും കിടക്കുന്ന വാല്യൂസും ഇനി അതിന്റെ തൊട്ട് താഴത്തെ ലെവലിൽ വരുന്ന ഇപ്പൊ നമ്മൾ ഈ ലെവലിൽ എടുത്ത വാല്യൂസിന്റെ നേരെ താഴെ വരുന്ന വാല്യൂസും കൂടെ എടുക്കാം. J0, J1, J2 ഈ പോയിന്റിലെ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ പോയിന്റ്സ് എടുക്കുമ്പോൾ ഏതൊക്കെ പോയിന്റ്സ് കൺസിഡർ ചെയ്യണം? ഫോർ ക്രാങ്ക്-നിക്കോൾസൺ മെത്തേഡ് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ 3 പോയിന്റും കൂടെ ഈ പോയിന്റും കൂടെ എടുക്കാം. ഷ്മിറ്റ്സ് മെത്തേഡ് ആണെങ്കിൽ ഈ പോയിന്റിലെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇതും മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ ഇങ്ങനെയാണ് ഹീറ്റ് ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യുന്നത് ബൈ യൂസിങ് ഷ്മിറ്റ്സ് മെത്തേഡ് ആസ് വെൽ ആസ് ക്രാങ്ക്-നിക്കോൾസൺ മെത്തേഡ്. ഷ്മിറ്റ്സ് മെത്തേഡ് എക്സ്പ്ലിസിറ്റ് മെത്തേഡും ക്രാങ്ക്-നിക്കോൾസൺ ഇംപ്ലിസിറ്റ് മെത്തേഡും ഈ മെത്തേഡ്സ് യൂസ് ചെയ്താണ് 1 ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യുന്നത്.